ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല നൈസായിട്ടുള്ളതായിരിക്കണം. അത് നല്ലപോലെ അരിച്ച് ചേർക്കുകയും വേണം. നല്ല ഫൈൻ പൗഡറായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് നല്ലപോലെ അരിച്ചെടുക്കുന്നുണ്ട്. നൈസായിട്ടുള്ള അരിപ്പേ കൂടെ വേണം നമ്മളത് അരിച്ചെടുക്കാനായിട്ടും. ഈ തരിയായിട്ട് കിട്ടിയിട്ടുള്ള ബാക്കി പഞ്ചസാര നമുക്ക് ജാറിലിട്ട് ഒന്നുകൂടെ പൊടിച്ചതിന് ശേഷം അതും അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പഞ്ചസാര മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതുപോലെ വേറൊരു ബൗൾ എടുത്തിട്ട് വീണ്ടും അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാൽപ്പൊടി 1/3 കപ്പ്, മിൽക്ക് പൗഡർ ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല, നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആയിരിക്കണം. പിന്നെ കോൺഫ്ലോർ 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്ക് വീണ്ടും നല്ലപോലെ അരിച്ചെടുക്കാം. ഇനി പാൽപ്പൊടിക്ക് തരിതരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇത് ചോക്ലേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്താണ് നമ്മളിവിടെ ചോക്ലേറ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1/2 കപ്പ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഡാൽഡയോ വനസ്പതിയില്ലേ അതോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി ഒഴിച്ച് കൊടുത്തിട്ടുള്ള ബട്ടർ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മളിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ അടിയിലുള്ള വെള്ളം മുകളിലത്തെ പാത്രത്തിലേക്ക് കയറാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ തിളച്ച് വരുമ്പോൾ മുകളിലത്തെ പാത്രത്തിലേക്ക് കയറാത്ത രീതിയിൽ നമ്മൾ വെക്കണം. ഇതിലേക്ക് നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരയില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഇനി ഈ ബട്ടറിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് ആകെ ഒരു തരിതരിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ വായിലിട്ട് അലിന്ന് പോകുന്ന ആ ഒരു പെർഫെക്ഷനോടെ നമുക്ക് ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മെൽറ്റായിട്ടുണ്ടാവണം. അപ്പോൾ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള മറ്റേ കൊക്കോ പൗഡറിൻ്റെ മിൽക്ക് പൗഡറിൻ്റെ ആ മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതും നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് അത്യാവശ്യം നാറട്ടെ. ഒത്തിരി ചൂടാറി നിൽക്കണ്ട. ഒത്തിരി ചൂടാറി കഴിഞ്ഞാൽ ആകെ ടൈറ്റായിട്ട് പോകും. അപ്പോൾ നമ്മളിനി ചോക്ലേറ്റ് മോൾഡൊന്നും ഇല്ലാതെ ഇതുപോലെ ഫ്രീസറിൽ വെള്ളം സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ പാത്രത്തിലോട്ടാണ് നമുക്കിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹേർട്ട് ഷേപ്പിലോ അങ്ങനെ ഏത് ഷേപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് മോൾഡൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഈ ഐസ് ട്രേയിലാണ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് ഫ്രീസറിൽ വെച്ച് ഒരു 20 മിനിറ്റ് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം 20 മിനിറ്റ്. അപ്പം ഞാൻ ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതുപോലെ ഒരു പാത്രത്തിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെക്കാം. അപ്പം ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഇത് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു ബാറിൻ്റെ ഷേപ്പ് തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചോക്ലേറ്റ് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ കടയിൽ നിന്ന് മേടിക്കുന്ന ആ സെയിം ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ ചോക്ലേറ്റ് നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ഇത് നമുക്ക് എത്ര നാൾ വേണേലും ഇരുന്നോളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്